ഇനിയുള്ളത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്ക്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. കാർബണിൻ്റെ ഒരുപാട് യൂണിക് പ്രോപ്പർട്ടി, കാർബണിന് ഒരുപാട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാനായിട്ടുള്ള കഴിവിനെ കാറ്റിനേഷൻ ചെയിനായിട്ടുള്ള കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുക. ഇനി ഈ പ്രോബ്ലംസൊക്കെ ഞാൻ ഇത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണുക. പിന്നെ 2 ടൈപ്പ് റെപ്രസെൻറ്റേഷൻസ് ആണ്. ഒന്ന് നമ്മളിങ്ങനെ നോർമൽ റെപ്രസെൻറ്റേഷനും അതുപോലെ, അതായത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇതിനെ പിടിച്ച് ഇങ്ങനെ ഇടുന്നു. വേറൊരെണ്ണം പറയുന്നത് ബോണ്ട് ലൈൻ ഫോർമുല. ഇങ്ങനെ വരയ്ക്കാൻ ചോദിക്കുന്നതിന് പകരം പേര് അതിൻ്റെ IUPAC നെയും എഴുതാനായിരിക്കാം ചോദിക്കുക. ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഈ ഒരു മോളിക്യൂൾ നമുക്ക് പ്രൊപ്പൈൻ എടുക്കാം. പ്രൊപ്പൈന് എത്ര കാർബൺ ആറ്റമുണ്ട്? 1, 2, 3, 4 കാർബൺ ആറ്റമുണ്ട്. അപ്പം അതിൻ്റെ ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ലൈൻ വരച്ചാൽ മതി. ഇപ്പം തന്നെ 2 കാർബൺ ആറ്റം, ഈ ഓരോ ജോയിൻറ്റിനും ഓരോ കാർബൺ ആറ്റം 2 മെത്ത് എത്ത് പ്രൊപ്പായി, മെത്ത് എത്ത് പ്രൊപ്പ്. നമുക്ക് പ്രൊപ്പൈൻ വേണ്ട, ബ്യൂട്ടൈൻ എഴുതാം. ഇച്ചിരി ലെങ്ത് കിട്ടട്ടെ. ഞാൻ 4 കാർബൺ ആറ്റം വരച്ച്, സോറി, ബ്യൂട്ടൈനും വേണ്ട, പെൻറ്റൈൻ എഴുതാം. എത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻറ്റൈൻ, ഇച്ചിരി ലെങ്ത് ഇരിക്കട്ടെ. ഇവിടെ 1, ഇവിടെ 2 ഇവിടെ 3. ഇനിയിപ്പോൾ 1, 4, ഇനി ഒന്നുകൂടെ വേണം, 5. ഇങ്ങനെയാണ് ബോണ്ട് ലൈൻ ഫോർമുല വരയ്ക്കുന്നത്. ഈ ഓരോ ജോയിൻ്റ് ഓരോ കാർബൺ ആറ്റം അത് വെച്ചങ്ങ് വരച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഹോമോലോഗസ് സീരീസ് എന്നാണെന്നറിയാം. എന്താ ഈ ഗ്രൂപ്പ് ഓഫ് സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈച്ച് കണ്ടനിങ് എ ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫോംസ് ഹോമോലോഗസ് സീരീസ്. അതായത് ഒരു ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേബിൾ അടുത്ത +2 ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. OH അല്ലെങ്കിൽ ആൽഡിഹൈഡ്, CHO, അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് അവർ കുറച്ച് പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പോൾ അതിനെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഇനി 2 ഹോമോലോഗസ് സീരീസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് CH2 ആയി. ഇനി ഇവരുടെ പേരിടാനുള്ളതും മറ്റേ പ്രോബ്ലത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ സിമ്പിൾ ഇതാ ഫങ്ഷണൽ ഗ്രൂപ്പ് ഫസ്റ്റ് തന്നെ ഉണ്ട്. പല ടൈപ്പ് ഇവരെയാണ് നമ്മൾ ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, അതിന് സീരീസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് വെച്ച് കണ്ടതിന് ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഫോംസ് ഹോമോലോഗസ് സീരീസ്. നെക്സ്റ്റ് ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡിൻ്റെ ആണെങ്കിൽ ഉള്ള നോമൻക്ലേച്ചറാണ് പറഞ്ഞേക്കുന്നത്. പീരിയഡ് എന്ന് പറഞ്ഞാൽ CH3 ആണെങ്കിൽ 12, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ OCH3 ആണെങ്കിൽ ആനിസോൾ, NH2 ആണെങ്കിൽ അതിൻ്റെ പേര് അനിലീൻ എന്നായിരിക്കും. പിന്നെ നൈട്രോ ബെൻസീനുണ്ട്, ബ്രോമോ ബെൻസീനുണ്ട്. ഈ BR കൂടെ ബെൻസീൻ, ഇത് 1 എന്നെടുത്ത് ഇത് 2 എന്നെടുത്ത് 1,2 ഡൈ ബ്രോമോ ബെൻസീൻ. ഇത് 1 3 ആക്കി അങ്ങനെ എഴുതിയാൽ മതി. പിന്നുള്ളത് ഐസോമർസ് എന്നാന്ന് കാണിക്കാം. ഫസ്റ്റ് ചെയിൻ ഐസോമർസം. ചെയിൻ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, ചെയിൻ ഇട്ട് കളിക്കുന്ന ഐസോമർസത്തിനെയാണ് നമ്മൾ ചെയിൻ ഐസോമർസം എന്ന് പറയുന്നത്. ഫസ്റ്റ് പെൻറ്റീൻ CH3 CH2 CH2 CH3 പെൻറ്റീൻ. ഇതിൻ്റെ ചെയിൻ ഐസോമർസ് എഴുതാൻ പറഞ്ഞാൽ ഈ 3 പേരെ ആദ്യം 3 കാർബൺ ആറ്റത്തിനെ ഇങ്ങനെ നിർത്തിയിട്ട് ഈ മിച്ചമുള്ള ആളെടുത്ത് ബ്രാഞ്ച് ആക്കണം. CH2 CH3 ഇനി മിച്ചമുള്ള ആളെടുത്ത് ഇങ്ങോട്ടിടുന്നു.
ഇങ്ങോട്ടിട്ട്. ഇതാണ് ഇങ്ങനെ 2 ഐസോമേഴ്സിനെയാണ് ബ്യൂട്ടൈൻ്റെ വരയ്ക്കാൻ പറ്റുന്നത്. 5 എണ്ണമാണ് 2 കൂടുതൽ വരയ്ക്കാറ്. ദെൻ പൊസിഷൻ ഐസോമറിസം. ഐസോമറിസം എന്ന് പറഞ്ഞാൽ പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ CH3 CH2 CH2 OH. ഈ പൊസിഷൻ ഇവിടെ കിടക്കുന്നത് അത് സീമെന്നാണല്ലോ, അതിന് പകരം ഇങ്ങോട്ട് വരുന്നു. അപ്പം അതിനെയാണ് നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം എന്ന് പറഞ്ഞാൽ ഇവിടെ കീറ്റോണ, ഇവിടെ ആൽഡിഹൈഡ്. ബട്ട് കാർബണാറ്റ് എത്രയാണ്? 3 കാർബണാറ്റ് കൊണ്ട് ഇവിടെ 3 കാർബണാറ്റ് കൊണ്ട് 3 3 6 3 2 5 1 6 കണ്ടോ? സെയിം മോളിക്കുലാർ ഫോർമുല, ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് എന്ന് പറയും. പക്ഷേ മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ്. അതാണ് മെറ്റാമറിസം. എക്സാമ്പിൾ CH3O C3H7 C2H5O C2H5 കണ്ടോ? 2 ഡിഫറെൻറ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ ഇവിടെ കിടക്കുന്നത്. ആണ് വ്യത്യാസം. പിന്നുള്ളത് ബോണ്ട് ബ്രേക്കിങ്. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 2 പ്രോഡക്റ്റ് കിട്ടും. അത്യാവശ്യം ചോദിക്കുമെന്ന് തോന്നില്ല, ചോദിക്കാണ്ടിരിക്കാം. 2 ടൈപ്പ് ക്ലീവേജ് ഉണ്ട്, ഹോമോലിപ്റ്റിക്കും ഹെട്രോലിപ്റ്റിക്കും. ആ ക്ലീവേജ് എന്നാന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കുക. പിന്നെ that brings to an electron pair to a reactive site. ഇതിനെയാണ് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത്. That takes away from an electron pair from a reactive site. ഒരു റിയാക്റ്റീവ് സൈറ്റിൽ നിന്ന് ഇലക്ട്രോണെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇലക്ട്രോഫൈൽ. ഇലക്ട്രോൺ ലൈവിങ് ആണെങ്കിൽ ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയസ് ലൈവിങ് ആണെങ്കിൽ ന്യൂക്ലിയസ് ഫൈൽ. അതിൻ്റെ എക്സാമ്പിളുകൾ നോക്കുക. പിന്നെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ്. നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയത്തില്ലേ, അതിന് മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിതാണ് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറയും. അധികം ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നുള്ളത് റെസൊണൻസ് സ്ട്രക്ചർ. റെസൊണൻസ് സ്ട്രക്ചർ എന്നാന്ന് ഇപ്പം പഠിച്ചെങ്കിൽ അവിടെ ചാപ്റ്റർ 2 നെക്സ്റ്റ് ഇതിനകത്ത് ബെൻസീൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റേബിലിറ്റി ഉണ്ടായിരിക്കും. ഒരുപാട് റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് മോർ സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റും ഉണ്ട്. പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിങ്ങിനകത്തേക്കായിരിക്കും. നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിങ്ങിന് പുറത്തേക്കായിരിക്കും. അത് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ പേര് തന്നിട്ടുണ്ട്, അത് പഠിക്കണം. ഹൈപ്പർ കോൺജുഗേഷൻ അല്ലെങ്കിൽ നോ ബോണ്ട് റെസൊണൻസ്, അതൊന്നും ചോദിക്കില്ലായിരിക്കും. പിന്നാണ് ഇത് ഒരുപാട് വലിച്ചു വാരിയൊന്നും പഠിക്കേണ്ട, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. എന്താണ് സബ്ലിമേഷൻ എന്ന് പഠിക്കുക, എന്താ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്യൂരിഫിക്കേഷൻ ടൈം. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ, ചൂടാക്കി സബ്ലിം ചെയ്യുക, അതിനെയാണ് സബ്ലിമേഷൻ എന്ന്. പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സബ്ലിമേഷൻ നടത്തുന്നതാണ് സബ്ലിമേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞങ്ങൾക്കെല്ലാം ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ നമ്മൾ പറയും മാറ്റുക എന്നൊക്കെ പറയും. ചൂടാക്കിയിട്ട് കിട്ടുന്ന വേപ്പറിനെ എടുത്ത് നമ്മൾ സൂക്ഷിക്കുന്നത്, അങ്ങനെയാണ് മാറ്റുന്നത്. പിന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിൻ്റ് ഡിഫറൻ്റ് ഉള്ള ആൾക്കാരെ ആണ് ഒരു ഫ്രാക്ഷണൽ കോളത്തിൻ്റെ ഇത് മീഡിയത്തിൽ കൂടെ നമ്മൾ ഇത് ചെയ്യുന്നതിനെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഒരു മോഡേൺ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെക്നിക്കാണ്. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രാഫി.
ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ടെക്നിക്ക് എന്ന് നമുക്ക് വിളിക്കാം. എന്താണ് ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ടെക്നിക്കാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അഡ്സോർഷൻ ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, TLC ക്രോമാറ്റോഗ്രാഫി ഉണ്ട്, കോളം ക്രോമാറ്റോഗ്രാഫി ഉണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെ പേര് ഇതാ. കോളം എന്ന് പറഞ്ഞാൽ അഡ്സോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാ അഡ്സോർഷൻ ക്രോമാറ്റോഗ്രാഫിക്ക് 2-3 ഡിഫറെൻറ്റ് എക്സാമ്പിളുകളാണ്. കോളം ക്രോമാറ്റോഗ്രാഫി, തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി. കോളം ക്രോമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോളം തിരിച്ചിട്ട് നമുക്ക് എക്സ്ട്രാക്ഷൻ നടത്തിയെടുക്കുന്നതാണ് കോളം. തിൻ ലെയർ എന്ന് പറഞ്ഞാൽ TLC പ്ലേറ്റിൽ സ്പോട്ട് കുത്തും. ബയോളജിക്കകത്താണെങ്കിൽ സ്പോട്ട് കുത്തത്തില്ല, ആ സെയിം ഇത് തന്നെ. അതാണ് TLC, തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫി എന്ന് പറയും. പിന്നുള്ളത് നൈട്രജൻ ഡ്യൂമസ് മെത്തേഡ്. നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ടിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള മെത്തേഡാണ് ഡ്യൂമസ് മെത്തേഡ്. അനദർ മെത്തേഡ് ആണ് ജെൽദാൽ മെത്തേഡ് എന്ന് പറയും. അത് അത്രയും പേര് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഹാലോജൻസിൻ്റെ ആണെങ്കിൽ ക്യാരിയസ് മെത്തേഡ് ഉണ്ട്. പിന്നെ ഈ എക്സാമ്പിളുകൾ കുറച്ച് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്.